ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ RRBയുടെ ഓൺലൈൻ എക്സാം എഴുതിയിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ RRB ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ്, അതായത് നിങ്ങൾ എക്സാം എങ്ങനെ അപ്പീൽ ചെയ്യണം എന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും അവസാനം വരെ കാണണം. അറിഞ്ഞുകൂടാത്തവർ, ഇതുവരെ റെയിൽവേയുടെ എക്സാം ഒന്നും അതായത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതിയിട്ടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റ് റിപ്പോർട്ടിംഗ് ചെയ്യാൻ പറയുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ആ ഒരു സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ എന്താ പറയുക ടെസ്റ്റുകളും, ടെസ്റ്റ് മീൻസ് ഒരുപാട് പരിശോധനകളുണ്ട്. നിങ്ങളുടെ എൻട്രി ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് ബോഡി ടെസ്റ്റ്, അതായത് ബോഡി പരിശോധന, അങ്ങനെയുള്ള കുറെ പരിശോധനകളുണ്ട് ആദ്യം. ഓക്കെ, എൻട്രിയിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആദ്യം കഴിയും. അതായത് മെറ്റൽ ഡിറ്റക്ടർ വെച്ചൊക്കെയുള്ള ടെസ്റ്റുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സിസ്റ്റം അലോട്ട് ചെയ്യും, ഒരു സിസ്റ്റം നമ്പർ തരും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലേണ്ടത്. അവിടെ നിങ്ങളെ ഇൻവിജിലേറ്റർ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ പരിശോധിച്ച് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അതാത് സിസ്റ്റം നമ്പറിലേക്ക് നിങ്ങൾ അലോട്ട് ചെയ്യും, കൊണ്ടെത്തിക്കും. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടോ C001 എന്ന് പറഞ്ഞാൽ ഇത് സാമ്പിൾ ആണ്. ഇങ്ങനെ ഒരു നമ്പർ നിങ്ങൾക്ക് തരും. അങ്ങനെ അപ്പൊ നിങ്ങൾ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആയിരിക്കും കാണുന്നത്. ഒരു സിസ്റ്റം നെയിം കാണും, നിങ്ങളുടെ പേര് കാണും, ഏത് എക്സാം എന്നുള്ളത് കാണും. റൈറ്റ് സൈഡിൽ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ കാണുന്നത് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം താഴെ ലോഗിൻ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഇങ്ങനെ കാണും. നിങ്ങളുടെ ഫ്രണ്ടിൽ കീബോർഡ് കാണും. കീബോർഡിൽ തുടരുത് കേട്ടോ, കീബോർഡിലൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വെർച്വൽ കീബോർഡാണ് ഉപയോഗിക്കേണ്ടത്. ഈ വെർച്വൽ കീബോർഡ് എടുത്ത് ഉപയോഗിക്കണം കേട്ടോ. ഇനി ഇവിടെ എന്താണ് നിങ്ങളുടെ ചിലപ്പം എന്താണ് ഇവിടെ ആവശ്യം വരുന്നത്, രജിസ്ട്രേഷൻ നമ്പർ ആണോ വേറെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പറയും. അതനുസരിച്ച് നിങ്ങൾ ഈ കീബോർഡ് വെർച്വൽ കീബോർഡ് എടുത്ത് അതിവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിനു ശേഷം സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പിക്ചർ കാണും, നിങ്ങളുടെ ഫോട്ടോ കാണും. അതായത് ഇൻസ്ട്രക്ഷൻസ്, ഈ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ റൈറ്റ് സൈഡിൽ വ്യൂ ഇൻ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണോ ഏത് ഭാഷ, ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെ ഒത്തിരി ഭാഷകളുണ്ട്. ഈ ഭാഷകളിൽ ഏതിലാണോ നിങ്ങൾക്ക് വായിക്കാം. ഞാൻ എന്താ മലയാളം തിരഞ്ഞെടുക്കുന്നു. മലയാളത്തിൽ നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അവർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ലാംഗ്വേജ് ഇതായി ഇവിടെ ഉണ്ട്. ചൂസ് യുവർ ഡിഫോൾട്ട് ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടത്, ഡിഫോൾട്ട്. അപ്പൊ ഞാൻ മലയാളം കൊടുക്കുകയാണ്, ഡിഫോൾട്ട്. ഓക്കെ, മലയാളം കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക്, നിങ്ങളുടെ ഡിസ്ക്ലെയിമർ ചെയ്യുക. ടിക്ക് മാർക്ക് കൊടുത്തു. ഐ ആം റെഡി ടു ബിഗിൻ എക്സാം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ വരും. ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് തൊട്ട് മുകളിൽ കണ്ട ടൈം ലെഫ്റ്റ്, ആ മൊത്തം ടൈം ഇവിടെ 90 മിനിറ്റ് ആണല്ലോ. ഓരോ മിനിറ്റ് വെച്ച് കുറഞ്ഞു, ഇങ്ങനെ ഓരോ സെക്കൻഡ് വെച്ച് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോ കാണും. പിന്നെ നിങ്ങൾ എഴുതുന്ന എക്സാമിനെ കുറിച്ചുള്ള അതിന്റെ ഒരു അബ്സ്ട്രാക്ട് ഇവിടെ ഉണ്ടായിരിക്കും. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര ആൻസർ ചെയ്തു, എത്ര ആൻസർ ചെയ്തില്ല, എത്ര മാർക്ക് ടു റിവ്യൂ, നോട്ട് വിസിറ്റഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഇതിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാം. അതായത് ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ നമ്പർ ഇവിടെ കിടപ്പുണ്ട്. ഒന്നാമത്തെ ചോദ്യം 4 ഓപ്ഷനാണ്. അതിൽ ഏത് ഓപ്ഷനാണ് അത് ശരിയായിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ സ്ഥലത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുച്ചിപ്പിടി എന്ന നൃത്തരൂപം ഉത്ഭവിച്ചത് എവിടെയാണ്. ഇത് കറക്റ്റ് മലയാളം പല ക്വസ്റ്റ്യനിലും കിട്ടത്തില്ല. അപ്പൊ മലയാളം കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ ഇവിടെ ഉണ്ട് വ്യൂ ഇൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത് നോക്കണം. അപ്പൊ ഇംഗ്ലീഷിലും വരും ക്വസ്റ്റ്യൻ. ദ ഡാൻസ് ഫോം കുച്ചിപ്പിടി ഒറിജിനേറ്റഡ് ഇൻ, കണ്ടോ, കറക്റ്റ് കിട്ടിയുണ്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുച്ചിപ്പിടിയോട് ചോദിച്ചു, കുച്ചിപ്പിടി എന്ന നൃത്തരൂപം ഉത്ഭവിച്ചത് എവിടെയാണ്. നമുക്ക് ഉത്തരം എനിക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുച്ചിപ്പിടി ആരംഭിച്ച എവിടെ നിന്നൊക്കെ അറിയാം. കുച്ചിപ്പിടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നുള്ള കാര്യം അറിയാം അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ എന്താണ് 8ഓളം മേജർ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. അതിലൊന്നാണ് കുച്ചിപ്പിടി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശാണ് കുച്ചിപ്പിടിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എന്താ പറയാ ഹിന്ദു മീൻസ് ഏൻഷ്യന്റ് ഹിന്ദു സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള നമ്മുടെ നാട്യശാസ്ത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നൃത്തരൂപമാണല്ലോ കുച്ചിപ്പിടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ആന്ധ്രാപ്രദേശ് ആണെന്നുള്ളത്. അപ്പൊ ശരിയായതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ശരി, ഓക്കെ.
എനിക്ക് ആൻസർ അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഒന്നാമത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്താൽ ഇവിടെ റൈറ്റ് സൈഡിൽ സേവ് ഉണ്ട്. സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകും കേട്ടോ. അപ്പൊ ഇവിടെ ഇതാണ്ടോ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചെയ്തു എന്നുള്ളത് വന്നു. പച്ച നിറത്തില് മുകളിലും കാണിക്കുന്നുണ്ട് കേട്ടോ 1 ആൻസേഴ്സ്. ഇനി ഈ ഒന്നാമത്തെ ചോദ്യം തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ഫോർ എ റിവ്യൂ കൊടുത്തിട്ട് പോവാം കേട്ടോ. മാർക്ക് ഫോർ എ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അത് മാർക്ക് കണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് ഇവിടെ ഒരു നീല നിറത്തിലൂടെ കാണിച്ചാട്ടോ മാർക്ക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഈ മൊത്തം ക്വസ്റ്റ്യനും പെട്ടെന്ന് എവിടെയാണ് നമ്മൾ ഡൗട്ട്സ് സൂചിപ്പിച്ചത്, അതാണ് മാർക്ക് ഫോർ റിവ്യൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓടി അടുത്ത് നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്ക് ഫോർ റിവ്യൂ വേണം. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഉത്തരം തെറ്റിപ്പോയെന്ന് വിചാരിച്ചോളൂ. ഞാൻ കൊടുത്ത ഉത്തരം തെറ്റി, ആന്ധ്രാപ്രദേശ് ആയിരുന്നു ഉത്തരം. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ചെയ്തപ്പോൾ ഗുജറാത്ത് വിട്ടെന്ന് വെച്ചു. അപ്പൊ പെട്ടെന്നാണ് ഞാൻ പിന്നെ കാണുന്നത്. അപ്പൊ നോക്കിയാൽ നമ്മള് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ റെസ്പോൺസ് ചെയ്താൽ മതി. ക്ലിയർ, താഴെ ക്ലിയർ റെസ്പോൺസ്. ആ ക്ലിയർ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സേവ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ ഒന്ന് വീണ്ടും ഓക്കെ ആയി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോന്നും ചെയ്യുക, അറിയാന്നുള്ളത് ചെയ്യുക, അറിഞ്ഞുകൂടാത്തത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് പോവുക. അവസാനം ആ മാർക്ക് ഫോർ റിവ്യൂ, അതായത് ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണം രണ്ടാമത്തത്. അങ്ങനെ വന്നു കണ്ടോ, രണ്ടാമത്തത് ഇതിലർത്തി വന്നാണ്ടോ. ഇനി ഞാൻ ബാക്കി 100 എണ്ണവും ചെയ്തിട്ട് പിന്നീട് ഒന്നേന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഏതാണ് മാർക്ക് ഫോർ റിവ്യൂ. അപ്പൊ 2 മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ വരും. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ രഞ്ജിത്ത് സിംഗ് വെറുതെ കൊടുക്കുക. സേവ് ആൻഡ്, എന്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, പിന്നെ ബാക്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരാണ്, പ്രീവിയസ് കൊടുക്കുക. അങ്ങനെയും വരാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യനിലേക്ക് വരാൻ പറ്റും. അല്ലാതെ പ്രീവിയസ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് അടുത്തുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് CBT എക്സാംസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സമയം നോക്കിക്കൊള്ളണം. മുകളിലെ സമയം പോകുന്ന അറിയത്തില്ല, പെട്ടെന്ന് സമയം തീരും. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് സംശയം വന്നു കഴിഞ്ഞാൽ അപ്പോഴ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത ചോദ്യം വരും. മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുമ്പോൾ അടുത്ത ചോദ്യം വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ഇതെല്ലാം ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് പോവുകയാണെന്നുണ്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് നോക്കിക്കോ. കുറെ ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിരിക്കുകയാണ്. അടുത്ത നിപ ഒരു ഡാഷ് ആണ്, നിപ ഒരു വൈറസ് ആണല്ലോ. ശരി, ഓക്കെ കൊടുത്തു. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. 36 വന്നു. ഇനി ഞാൻ 36 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മുമ്പോട്ട് നോക്കി കണ്ട ഇത്രയും മാർക്ക് ഫോർ റിവ്യൂ ആണ്. അപ്പൊ ഞാൻ അതിൽ ഒരു 15ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 15 അവസാന ജൈന തീർത്ഥങ്കരൻ ആരായിരുന്നു? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക, അറിഞ്ഞുകൂടാത്തത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോവുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഇത് കണക്ക് കാണിക്കും നോക്കിയിട്ട് ഏതാണ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ എടുക്കുക, പെട്ടെന്ന് ചെയ്യുക അറിയാമെങ്കിൽ. ഇത്രയേ ഉള്ളൂ CBT എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ ആണ്. തീർച്ചയായിട്ടും അറിവില്ലാത്തവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.